നിൽക്കുമ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഏറ്റവും പ്രാകൃതമായ ആചാരങ്ങൾ ഈ സമൂഹത്തിൽ ആധിപത്യം നിൽക്കുന്ന സമയത്താണ് ഈ വിപ്ലവകാരി പറഞ്ഞത്, മനുഷ്യനെ യാഥാർത്ഥ്യബോധത്തോടുകൂടി മുന്നോട്ട് നടത്തണം. ദേവന്മാർക്ക് വേണ്ടിയിട്ടല്ല ഈ ഭൂമി, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഭൂമി. എന്തിനായി കരിങ്കലിനെ ധ്യാനിക്കാൻ പോകേണ്ടത്? മനുഷ്യനെ ധ്യാനിക്കൂ. ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇന്ന് അമ്പലത്തിന്റെ മുന്നിൽ ചെന്ന് കരിങ്കലിനെ ധ്യാനിക്കേണ്ടെന്ന് വല്ലവരും പറഞ്ഞാൽ പറഞ്ഞതേ ഓർമ്മയുണ്ടാവും. നമ്മുടെ ചിന്തകൾ എവിടെ പോയി? നമ്മുടെ ചരിത്രത്തിനെ കുറിച്ചുള്ള ഗഹനമായിട്ടുള്ള പഠനം എവിടെ പോയി? ഇന്ന് മനുഷ്യൻ ഇതൊന്നും കുറിച്ച് ഓർക്കാൻ നേരമില്ല. വീട്ടിൽ പറയുന്നുണ്ട്, നിരീശ്വരവാദിയാകാനൊന്നും പറയുന്നില്ല. എല്ലാ വിഗ്രഹങ്ങളെയും കല്ലെടുത്തെറിഞ്ഞ് അത് ഉടയ്ക്കണമെന്നും പറയുന്നില്ല. വിഗ്രഹ പഞ്ചകരൊന്നും ആകണ്ട. പക്ഷെ വിഗ്രഹത്തിലല്ല സത്യം കുടികൊള്ളുന്നത്, സത്യാന്വേഷണമായിരിക്കണം ജീവിതം. ഇന്ത്യയിൽ ഏത് മനുഷ്യനാണ് സത്യാന്വേഷണമായിട്ട് നടക്കുന്നത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്ന് ഒരാളുടെ ആത്മകഥ എഴുതി, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അങ്ങനത്തെ ഒരു തലക്കെട്ട് ലോകത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിന് കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് മാത്രം അപാര ധൈര്യം വേണം അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ ഇടണമെങ്കിൽ പുസ്തകത്തിൽ. എൻ്റെ ജീവിതത്തിൻ്റെ സത്യാന്വേഷണം, സത്യം കൊണ്ട് പരീക്ഷണം നടത്തുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ആ രാഷ്ട്രപിതാവിനെ മാത്രമേ സാക്ഷാൽ വിപ്ലവകാരി വീട്ടി ബഹുമാനിച്ചിട്ടുള്ളൂ പല വേദികളിൽ. അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും സമന്വയിപ്പിക്കുക എന്നുള്ള ഉജ്ജ്വലമായ ദർശനത്തിനെയാണ് വീട്ടി എപ്പോഴും സ്വീകരിച്ചത്. വാക്കിനെയും ചിന്തയെയും പ്രവൃത്തിയെയും സമന്വയിപ്പിക്കണം. നിങ്ങളുടെ വിചാരങ്ങൾ, ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ആ ചെറിയ മാസികയിൽ അദ്ദേഹം എഴുതുന്ന ഒരു കുറിപ്പുണ്ട്. വീട്ടി കേരളത്തിന് തീ കൊളുത്തിയിട്ടുള്ള കുറിപ്പുകളാണ്. അതിനാണ് ഈ അമ്പലം കത്തിക്കാനൊക്കെ പറയുന്നത്. അഹംഭാവത്തിന്റെ പ്രതീകമായ ദേവാലയങ്ങളെ അഗ്നിക്കിരയാക്കുക, മനുഷ്യനെ ആരാധിക്കുക, ദേവന്മാരെയല്ല ആരാധിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു അത് തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ആത്മധൈര്യം ഉണ്ടായിരുന്നു.